നമുക്കൊരു ബെസ്റ്റ് ട്രേഡർ ആണോ? നമുക്കൊരു ബെസ്റ്റ് ട്രേഡർ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം? അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു ബെസ്റ്റ് ട്രേഡർ ആവുന്നത്? സ്ട്രാറ്റജി അല്ല, ഒരിക്കലും സ്ട്രാറ്റജി അല്ല നമ്മളൊരു ബെസ്റ്റ് ട്രേഡർ ആക്കുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് നമ്മളൊരു ബെസ്റ്റ് ട്രേഡർ ആക്കുന്നത്. നമ്മളത് ഇതിനു മുമ്പ് സംസാരിച്ചിരുന്നു. പക്ഷെ എങ്ങനെയാണ് ഒരു മൈൻഡ് സെറ്റിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക? മൈൻഡ് സെറ്റിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സ് മാറ്റണം, നമ്മുടെ ഡെയിലി റൊട്ടീൻസ് മാറ്റണം. നമുക്ക് ഇതുവരെ ഫോക്കസ് നഷ്ടപ്പെടാൻ, ട്രേഡിങ്ങിലേക്ക് ഫോക്കസ് നഷ്ടപ്പെടാൻ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം മാറ്റണം. നമുക്ക് ബുക്സുകൾ വായിക്കാം, ട്രേഡിംഗ് റിലേറ്റഡ് അല്ലെങ്കിൽ സെൽഫ് ഡെവലപ്മെന്റ് ബുക്സുകൾ വായിക്കുന്നത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. എനിക്കത് പേഴ്സണലി ഹെൽപ്ഫുൾ ആയിരുന്നു പലപ്പോഴും. പിന്നെ നമ്മൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ വർക്കൗട്ട്. ഞാൻ മെഡിറ്റേഷനിലാണ് ഞാൻ കുറച്ചൊരു കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എനിക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വളരെ കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട് ട്രേഡിങ്ങിൽ. പിന്നെ പ്രോപ്പർ സ്ലീപ്പ് ഇല്ലാതെ ട്രേഡ് ചെയ്തിരുന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് പല പ്രാവശ്യം അങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ പല വീക്കെൻഡ്സ് ഒക്കെ കഴിഞ്ഞ് പ്രോപ്പർ സ്ലീപ്പ് ഇല്ലാതെ വന്നിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ വളരെ നമ്മുടെ ഡിസിഷൻസ് മൊത്തം മാറും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ട്രേഡ് എടുക്കുക അങ്ങനത്തെ കാര്യം നമുക്ക് ഫോക്കസ്ഡ് അല്ലാതെ ഓട്ടും. അപ്പൊ നമ്മൾ പ്രോപ്പർ സ്ലീപ്പ് നമ്മുടെ ഒരു ട്രേഡിംഗ് കരിയറിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ ഹാബിറ്റ്സ്, ഈ ചെറിയ ചെറിയ ഹാബിറ്റ്സ് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ റൊട്ടീൻ സൂപ്പറായി മാറും. ഡെയിലി റൊട്ടീൻസ് വളരെ നല്ലതായി മാറും. അപ്പൊ അതിലൂടെ നമുക്ക് നല്ലൊരു ട്രേഡർ ആവാൻ പറ്റും. ഈ മൈൻഡ് സെറ്റ് എന്നുള്ള സംഭവത്തിൽ വർക്ക് ചെയ്യാണ്ട് നിങ്ങൾ എന്തിൽ വർക്ക് ചെയ്തിട്ടും ഒരു കാര്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് സൂപ്പർ ആയിരിക്കാം, പക്ഷെ മൈൻഡ് സെറ്റ് ഇല്ലാതെ നമുക്ക് ടോപ്പ് ട്രേഡർ ആവാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ നമ്മുടെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞതും നിങ്ങൾക്ക് അധികമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നതായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. മാക്സിമം ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. നമ്മുടെ ഈ അലൈൻമെന്റ് കറക്റ്റ് ആണോ? നമ്മുടെ ട്രേഡർ എന്ന നമ്മുടെ അലൈൻമെന്റും നമ്മുടെ സെൽഫ് ആയിട്ടുള്ള നമ്മൾ എന്നൊരു അലൈൻമെന്റ്, നമ്മുടെ ട്രേഡർ എന്ന ഞാനും കൂടി ഒരു അലൈൻമെന്റ് വരണം. ഇതെല്ലാം ഒരു അലൈൻമെന്റിൽ വന്നു കഴിഞ്ഞാലാണ് നമുക്കൊരു ബെസ്റ്റ് ട്രേഡർ ആവാൻ പറ്റുള്ളൂ, ഒരു ടോപ്പ് ട്രേഡർ ആവാൻ പറ്റുള്ളൂ.